ഹലോ ഫ്രണ്ട്സ്, വണ്ടി സാൻട്രോ ആണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് നോയ്സ് ഉണ്ടാക്കണം. പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഓന്ന് പറഞ്ഞിട്ട് ഒരു അരയുന്നൊരു സൗണ്ട് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിതിൻ്റെ ബെൽറ്റ്, പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് അഴിച്ചു വിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടിയുടെ സൗണ്ട് നോർമലാണ്, വേറെ കംപ്ലൈൻറ്റ്. ഇതിലിപ്പോൾ സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇതിൽ ഐഡ്ലറൊന്നുമില്ല. ഒന്ന് ഓൾട്ടർനേറ്റർ പുള്ളിയിൽ നിന്ന് സൗണ്ട് വരണില്ല എന്നുണ്ടെങ്കിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെയറിംഗ് പോയിൻ്റെ സൗണ്ട്, ഈ രണ്ടിൻ്റെയും ബെയറിംഗ് പോകുമ്പോഴാണ് ഈ പയ്യെന്നുള്ളൊരു സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് ഇപ്പോൾ എന്താ പറയുക, എ സി ആണെന്നുണ്ടെങ്കിൽ അല്ല പവർ സ്റ്റിയറിങ്ങിൻ്റെ ആണെങ്കിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് അഴിച്ചു വിട്ടിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതിൻ്റെ തന്നെയാണ് സൗണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ബെൽറ്റ് അഴിച്ചു വിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി പക്കയാണ്, ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ പമ്പ് അഴിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ബെയറിങ്ങിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പമ്പ് വരുന്നത്, പവർ സ്റ്റിയറിംഗ് പമ്പ് വരുന്നത്. നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ബെയറിങ് പോയത്. അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെയറിങ് നമുക്ക് തന്നെ ഇതിനകത്ത് മാറാൻ പറ്റും. ഈ പുള്ളി അഴിച്ചിട്ട് ഇതെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിലൊരു 4 ബോൾട്ട് വരുന്നുണ്ട്. ഈ 4 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു ഷാഫ്റ്റ് വരും, ഈ പുള്ളിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് വരുന്നുണ്ട്. ആ ഷാഫ്റ്റിലെ ബെയറിംഗ് ആണ് കംപ്ലയിൻ്റ് ആകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചിട്ട് അതിൻ്റെ ബെയറിംഗ് ഒന്ന് മാറ്റിവിടാം. ഇത് വലിയ സീനൊന്നുമില്ല. അഴിക്കുന്ന ഈ കവർ മാത്രം സെപ്പറേറ്റ് അഴിച്ച് വെച്ചാൽ മതി. വേറെ തിരിച്ച് പിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഐറ്റംസുകളൊന്നും പുറത്തിടാതിരുന്നാൽ മതി. പുറത്തിട്ടാൽ അതുപോലെ തിരിച്ച് സെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നുള്ളത് ഇതിനുള്ളൊരു വാൾവ് ഉണ്ട്, ആ വാൾവ് മാത്രം ഒന്ന് ഫ്രീ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇല്ലാത്ത പക്ഷം നമുക്ക് പ്രഷർ അധികം കിട്ടില്ല. ഏതായാലും നമുക്കിത് ബാക്ക് ഒന്ന് അഴിച്ചിട്ട് നോക്കാം. നമുക്കിപ്പോൾ മാറ്റേണ്ടത് ഈ ബെയറിംഗ് ആണ്, കണ്ടില്ലേ? അപ്പോൾ ഇതിലൊരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് ചുമ്മാ ഒന്ന് കണക്ടർ വെച്ചൊന്ന് തിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് വരും. പിന്നെ അടിയിൽ നിന്ന് ആ ഷാഫ്റ്റ് തട്ടിയെടുക്കാൻ വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് പിരിക്കണം. ഇത് മൊത്തം കവറൊക്കെ അഴിച്ചാൽ തന്നെ ഇവിടെ നിന്ന് തട്ടിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. പുള്ളി അഴിച്ചെടുത്തിട്ടുണ്ട്. പുള്ളി 17-ൻ്റെ ഒരു നെറ്റാണ് വരുന്നത്, നെട്ടും വാഷറും വരും. അത് അഴിച്ച് കഴിഞ്ഞ് ഈസി ആയിട്ട് അത് പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വരും. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിൽ 14-ൻ്റെ ബോൾട്ട് മാത്രം ഒന്ന് അഴിച്ചെടുക്കാം. ഇപ്പോൾ ഇതാണ് പമ്പിൻ്റെ കേസ് വരുന്നത്. കണ്ട, ഇതിലുള്ള ഒരു സ്പ്രിങ് അതുപോലെ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ബാക്ക് സൈഡ് താഴ്ത്തി വെച്ചിട്ട് ബോൾട്ട് അഴിച്ചതിന് ശേഷം പുറകെ വെച്ചിട്ട് അഴിക്കുക. പിന്നെ ഇത് താഴെ വീഴാതിരിക്കും. താഴെ വീണ് കഴിഞ്ഞാൽ അതുപോലെ റീസെറ്റ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഓറിങ് വരും ഇതിനകത്ത്, അത് കറക്റ്റായിട്ട് കയറ്റുമ്പോഴും കറക്റ്റായിട്ട് ഇടുക. അല്ലെങ്കിൽ ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് പ്രഷറേ ഉണ്ടാവില്ല. ഇനി ഇതാണ് ഇപ്പോൾ നമുക്ക് ഷാഫ്റ്റ് അഴിച്ചെടുക്കേണ്ടത്. ഇത് ബാക്കിൽ ഈ പ്ലാസ്റ്റിക് ഹാമർ വെച്ചിട്ട് നമുക്കൊന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെയറിങ്ങോട് കൂടി പുറത്ത് വരും. അതിന് മുന്നേ ലോക്ക് എടുക്കണം, ലോക്ക് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലും നമുക്കിത് തട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ബെയറിംഗ് ഷാഫ്റ്റ് തട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് വരുന്നത്. പിന്നെ അതിൽ ഉള്ളിലൊരു ഓയിൽ സീലുണ്ട്, അത് ഡാമേജ് ആയതുകൊണ്ട് എടുക്കാനായിട്ട് തിരിച്ച് കയറ്റുമ്പോൾ അതുപോലെ ചെക്ക് ചെയ്തിട്ട് വേണം കയറ്റാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ പ്രഷർ ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബെയറിംഗ് ആണ് തട്ടിയെടുത്തിട്ട് മാറ്റേണ്ടത്. ഇത് 6203 അങ്ങനെ എന്താണ് ബെയറിങ്ങിൻ്റെ നമ്പർ വരുന്നത്. അയച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത്. നമുക്ക് വരുന്ന ബെയറിങ് ഇതുണ്ടോ, 6203 ബെയറിങ് വരുന്നത്. അപ്പോൾ ഈ ബെയറിങ് ഇതേ നമ്പറുള്ള ബെയറിങ് എടുത്തിട്ട് നമുക്കിതിനകത്ത് കയറ്റാം. 6203 ഈ ബെയറിംഗ് ആണ്. സൗണ്ട് ഹെവി നോയ്സാണ്. തിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല നോയ്സ് ഉണ്ട്. ഇത് മാറ്റാം നമുക്ക്. നമ്മൾ ബെയറിംഗ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6203 ബെയറിംഗ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അതിനകത്ത് അടിച്ച് കയറ്റണം. ഇത് അടിച്ച് കയറ്റുമ്പോൾ ഈ ഭാഗത്ത് ഇന്നർ ഭാഗത്ത് മാത്രമാണ് നമ്മൾ അടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. ഔട്ടറിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് വരുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് അടിക്കുമ്പോൾ ആ ഭാഗത്ത് മാത്രം അടിക്കാൻ പറ്റില്ല, എന്നുണ്ടെങ്കിൽ ബെയറിംഗ് കംപ്ലൈൻ്റ് ആകും കയറ്റുമ്പോൾ തന്നെ. അപ്പോൾ നോക്കിയിട്ട് വേണം കയറ്റാനായിട്ട്. അപ്പോൾ സീൽഡ് ബെയറിങ്ങിന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിൽ ഗ്രീസ് ഓൾറെഡി ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവും, സീൽഡ് ബെയറിങ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷാഫ്റ്റിനകത്ത് കയറ്റാം. ഷാഫ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് കയറ്റാം. അപ്പോൾ നമ്മൾ ബെയറിംഗ് അടിച്ച് അതിൻ്റെ ലോക്കും കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് സീറ്റിംഗ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കേസ് പിടിപ്പിക്കണം. കേസ് പിടിപ്പിക്കുമ്പോൾ ഈ സ്പ്രിംഗ് ലോഡുള്ളത് കൊണ്ട് കുറച്ച് പ്രയാസമാണ്. ഇത്തിരി എന്താ പറയുക, കുറച്ച് അമർത്തി പിടിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. അതിന് ഒരേ ഡയറക്ഷനിലേ കയറുള്ളൂ. ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹോളുണ്ട്, ആ ഹോൾ ഇതിലേക്ക് വരും. അത് നോക്കിയിട്ട് കയറ്റിയാൽ മതി, വേറെ മാറാനൊന്നുമില്ല. കയറ്റുമ്പോൾ കുറച്ച് ഓയിൽ, പവർ സ്റ്റിയറിംഗ് ഓയിൽ ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. എന്തായാലും നമുക്ക് അത് ഇതിലേക്ക് കയറ്റാം. വേറെ പേസ്റ്റോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് തന്നെ അതിനകത്ത് കയറ്റാം. പമ്പ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമുക്ക് വണ്ടിക്കകത്ത് ഇത് കയറ്റിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കയറ്റിയതും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മൾ പവർ സ്റ്റിയറിംഗിൻ്റെ ഓയിൽ ഒഴിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പക്കയായിട്ട് സക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പമ്പ് ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അഴിച്ച് നോക്കേണ്ടി വരും. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തിട്ട് നോക്കാം അതിനകത്ത്.
നമ്മൾ പവർ സ്റ്റിയറിംഗിൻ്റെ പമ്പ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. അതുപോലെ ബെൽറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പവറുണ്ട് ഇപ്പോൾ ഇതിനകത്ത്. ഒന്ന് റൈസ് ചെയ്യ്. ഇപ്പം നേരത്തെ ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ റൈസ് ചെയ്യുമ്പോൾ ഒയ് 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ടാണ് വരുന്നത് ബെയറിങ്ങിൻ്റെ. ഇപ്പോൾ അത് പക്ക ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പവർ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. പിന്നെ അതുപോലെ വേറൊരു കംപ്ലൈൻറ്റും കൂടെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. മറ്റേ ഫ്രണ്ടിൽ വീൽ ബെയറിങ്, റൈറ്റ് സൈഡിലെ വീൽ ബെയറിങ് ഹെവി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോവർ ആമിൻ്റെ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇട്ടിട്ട് കറക്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. വീൽ ബെയറിംഗ് ആയിരുന്നു മെയിനായിട്ട് സൗണ്ട്. ഈ വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ടും അതുപോലെ എഞ്ചിൻ്റെ നോയ്സും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു തരത്തിലും ഒരു സുഖമില്ല. അതുപോലെ ഹെവി നോയ്സ്, നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഹെവി നോയ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ബെയറിങ്ങിൻ്റെ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അതുപോലെ വീലിൻ്റെ സൈഡിൽ നിന്നും ഒരു ഹെവി നോയ്സ് വന്നപ്പോൾ വണ്ടി മൊത്തത്തിലൊരു ഹലമ്പായ മാതിരിയുണ്ട്. ഇപ്പം അത് പക്ക ആയിട്ടുണ്ട്. സ്റ്റിയറിങ്ങും പക്ക ഫ്രീ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇട്ട ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കയറ്റിയ ഭാഗത്ത് അതിൽ നമ്മൾ പേസ്റ്റോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ പക്ക സീൽ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പേസ്റ്റ് ഇട്ടാൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഹോളിൽ പോയി അടവ് വന്നു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ഒട്ടും തന്നെ വർക്കാവില്ല. അപ്പോൾ അതിൽ നമ്മൾ പേസ്റ്റോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ക സെറ്റ് ചെയ്തിട്ടുണ്ട്. ലീക്കും കാര്യങ്ങളും അതിനകത്ത് ഇല്ല. നേരത്തെ ആ ലോവറാമിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് കട്ട് റോട്ടിൽ ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കട എന്നൊരു ചെറിയൊരു സൗണ്ടും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. വണ്ടി ഓക്കെയാണ്, പക്കയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പക്കയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ. പൊതുവെ ഇങ്ങനെ പവർ സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ടൊക്കെ വരുമ്പോൾ മിക്ക ആൾക്കാരും പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് മാറ്റുകയാണ് ചെയ്യാറ്. ബെയറിങ് മാറ്റാൻ നിൽക്കില്ല. മാറ്റിയല്ല എന്നുണ്ടെങ്കിൽ യൂസർ സെക്കൻഡ് ഹാൻഡ് പമ്പാണെങ്കിലും മേടിച്ചിടാണ് ചെയ്യാറ്. ഇതിൻ്റെ ആവശ്യമില്ല. ബെയറിങ്ങിന് ചെറിയൊരു വിലയുള്ളൂ, നിസ്സാര വിലയുള്ളൂ. 200 രൂപ റേഞ്ചൊക്കെ വരുള്ളൂ. അത് മേടിച്ചിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അല്ലാതെ ഈ സൗണ്ടിന് വേണ്ടിയിട്ട് പവർ സ്റ്റിയറിങ് ഹാർഡാവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് മാറ്റുന്നതിൽ കുഴപ്പമില്ല. ഈ ഒരു സൗണ്ടിന് വേണ്ടി മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ബെയറിങ് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമാണ്. പവർ സ്റ്റിയറിംഗ് പമ്പ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പമ്പിന് ഏകദേശം 6 രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിന്. അതുപോലെ സെക്കൻഡ്സ് എടുക്കുകയാണെങ്കിൽ 10-2000 രൂപ നമുക്ക് പമ്പിന് കൊടുക്കേണ്ടി വരും. പിന്നെ അത് അഴിച്ച് മാറ്റാനുള്ള ലേബറൊക്കെ കൂടി വരുമ്പോൾ വലിയൊരു എമൗണ്ടായി മാറി. ഇതാകുമ്പോൾ ബെയറിങ്ങിന് 200 രൂപയുള്ളൂ. ആ ഒരു പ്രൈസ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പഴയൊരു പുതിയ പമ്പിൻ്റെ സെറ്റപ്പിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഉള്ളിൽ പമ്പിനോ വേറെ ഷാഫ്റ്റിനോ ഒന്നിനും ഒരു ഡാമേജും ഉണ്ടാവില്ല. ബെയറിങ് മാത്രം. ഈ ബെയറിങ്ങിൻ്റെ സൗണ്ടാണ് കൂടുതലായിട്ടും സാൻട്രോയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ബെയറിങ് മാത്രമായിട്ട് സെപ്പറേറ്റ് മാറാനും പറ്റും.